അടുത്ത 2-3 വർഷങ്ങളിൽ ഇത് മാറും. നമ്പർ ഓഫ് സിനിമാസ് വളരെ കുറയും. മികച്ച സിനിമകൾ ഇറങ്ങും. മികച്ച സിനിമകൾ മാത്രമേ ഇറങ്ങും. കുറേ സിനിമകൾ പറയും. ഇപ്പം ലുക്ക് അറ്റ് ദിസ്, 1956 മലയാള സിനിമ ഉണ്ടായതിനു ശേഷം ആദ്യത്തെ വർഷമാണ് ക്രിസ്മസിന് ഒരു പടം റിലീസ് ചെയ്തത്. ഒരു മലയാള സിനിമയാണ് ക്രിസ്മസ് റിലീസ്, തേര് മാത്രം. മറ്റുള്ളത് ഡബ്ഡ്, സലാർ ഡബ് ഫിലിമാണ്, മറ്റേത് ഹിന്ദി ഫിലിമാണ്. അതിൻ്റെ റീസൺ എന്താണ്? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പാൻ ഇന്ത്യൻ, പാൻ സൗത്ത് സിനിമകളുടെ ഇൻഫ്ലുവൻസ് മലയാളത്തിലേക്ക് വരുന്നുണ്ട്. അതൊരു പ്രശ്നമാണ്. അത് വലിയ പ്രശ്നമാണ്. അത് മലയാള സിനിമയെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യപ്പെടും. പക്ഷെ മലയാളി അഭിനേതാക്കളും അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ മലയാളത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി, എന്നും ഉണ്ടായിരുന്ന ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നല്ല കഥകളുള്ള കണ്ടന്റ് ഫിലിംസ് ഉണ്ടാക്കിയിരുന്ന ഒരു സ്റ്റേറ്റാണ്. ഇടയിൽ കയറി ചോദിച്ചോട്ടെ, ഇതേ സംവിധായകരും ഇതേ അഭിനേതാക്കളും ഇതേ പ്രൊഡ്യൂസറും തന്നെയാണ് അവിടുന്ന് ഡിസ്ട്രിബ്യൂഷനായിട്ട് സിനിമകൾ ഇങ്ങോട്ട് എത്തിക്കുന്നത്. അതും ശരിയാണ്. ഞാൻ പറയുന്നത് പറഞ്ഞാൽ അതൊരു ബിസിനസ്സാണ്, അത് അവരുടെ ബിസിനസ്സാണ്. ഞാൻ പറഞ്ഞ മലയാള സിനിമയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നല്ല കഥകൾ, നല്ല വ്യത്യസ്തമായ കഥകൾ, കൊച്ച് ക്യൂട്ട് സിനിമകൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സ്റ്റേറ്റാണ്. ഇവിടെ പാൻ ഇന്ത്യൻ, പാൻ സൗത്ത് സിനിമകൾ, അത് OTTയുടെ ഗ്രോത്ത് കൊണ്ടുണ്ടായതാണ്. മുമ്പ് വിജയ്, അജിത്ത്, രജനി സർ, ഈ 3 അല്ലെങ്കിൽ കുറച്ച് അല്ലു അർജുൻ, ഇത്രയും സിനിമകളാണ് ഇവിടെ അതർ ലാംഗ്വേജ് ഫിലിം എന്ന് പറഞ്ഞ് തിയേറ്ററിക്കലി ഒരു 2 ആഴ്ചയൊക്കെ നല്ല കളക്ഷൻ വന്നുകൊണ്ടിരുന്ന ഇത്. ഇപ്പോൾ ബാഹുബലിക്ക് ശേഷം അല്ലെങ്കിൽ OTTയുടെ ഒരു ഗ്രോത്തിന് ശേഷം ഒരുപാട് പാൻ ഇന്ത്യൻ, പാൻ സൗത്ത് സിനിമകൾ മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് മലയാളം ഒറിജിനലായിട്ട് സെൻസർ ചെയ്ത് തിയേറ്ററിക്കലി മാസ് റിലീസ്, ഒരു സൂപ്പർ സ്റ്റാർ ഫിലിമിൻ്റെ അത്രയും ഉള്ള മാസ് റിലീസാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ മാച്ച് ചെയ്യാൻ വേണ്ടി മലയാളത്തിന് ബിഗ് ബഡ്ജറ്റ് സിനിമകൾ അല്ലെങ്കിൽ മാസ് മസാല ഫിലിംസ് ഇറങ്ങേണ്ടതായിട്ട് വരുന്നു, അതിനെ കോമ്പീറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ മലയാളത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്നുണ്ടായിരുന്ന കൊച്ച് കണ്ടന്റ് ഫിലിംസിന് അത് വളരെ ബിക്കോസ് അവർക്ക് തിയേറ്റർ കിട്ടില്ല, തിയേറ്റർ കിട്ടാത്ത ഒരു അവസ്ഥ വരും.